സിങ്കിൽ ചായ ഒഴിച്ചാൽ എന്താ സംഭവിക്കാന്ന് നോക്കാട്ടോ. നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 ഗ്ലാസോളം വെള്ളം വെച്ച് ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. ഈ ടൈമിൽ നമ്മുടെ വീട്ടിൽ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള ടാബ്ലറ്റ് ഏതായാലും കുഴപ്പമില്ല, നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന കളയാനായിട്ട് വെച്ചിരിക്കുന്ന ടാബ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അതിന് ഞാനിപ്പോൾ ഒരു 3 എടുത്തിട്ടുണ്ട്. അതൊരു പേപ്പറിൽ വെച്ചിട്ട് ഇടികല്ല് യൂസ് ചെയ്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഞാനിവിടെ ഒരു കപ്പിലാണ് മാറ്റുന്നത്. ഇനിയിപ്പോൾ ആ കപ്പിലേക്ക് നമ്മൾ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കട്ടൻ നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്നത് നന്നായി ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കതിനെ ഇതിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ചൂടോടുകൂടി തന്നെ അരിച്ചൊഴിച്ചു കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ കണ്ടില്ലേ ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരും. കാരണം അതിൽ ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളത് കാരണം നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു പതയെല്ലാം തന്നെ ഒതുങ്ങി കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. ഇതിന് നമ്മുടെ സിങ്കിലേക്ക് രാത്രി സമയത്ത് നമ്മുടെ കിച്ചണിലെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിങ്കിനകത്തേക്ക് ഈ ഒരു കട്ടൻ ചായ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. വാഷ് ബേസിൻ്റെയും ബാത്റൂമിൻ്റെയും സിങ്കിൻ്റെ സ്ലീവിലൊക്കെ നമുക്ക് രാത്രി സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ഉള്ളത് കാരണം അതിനകത്തുള്ള ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. അതുപോലെ അതിൽ നിന്ന് വരുന്ന പാറ്റയും പഴുതാരയുടെ ശല്യം നമുക്ക് ഒഴിവാകുകയും ചെയ്യും. അതുപോലെ അതിനകത്തുള്ള ബ്ലോക്കും ക്ലിയർ ആവും. അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് നല്ലോണം വെള്ളം ഒന്ന് കുത്തി ഒഴിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് എല്ലാം തന്നെ ക്ലിയർ ആവുകയും ചെയ്യും. സിങ്കിൽ ചായ ഒഴിച്ചാൽ എന്താ സംഭവിക്കാമെന്ന് നോക്കാട്ടോ. നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 ഗ്ലാസോളം വെള്ളം വെച്ച് ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. ഈ ടൈമിൽ നമ്മുടെ വീട്ടിൽ ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള ടാബ്ലറ്റ് ഏതായാലും കുഴപ്പമില്ല, നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന കളയാനായിട്ട് വെച്ചിരിക്കുന്ന ടാബ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അതിന് ഞാനിപ്പോൾ ഒരു 3 എടുത്തിട്ടുണ്ട്. അതൊരു പേപ്പറിൽ വെച്ചിട്ട് ഇടികല്ല് യൂസ് ചെയ്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഞാനിവിടെ ഒരു കപ്പിലാണ് മാറ്റുന്നത്. ഇനിയിപ്പോൾ ആ കപ്പിലേക്ക് നമ്മൾ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കട്ടൻ നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്നത് നന്നായി ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കതിനെ ഇതിലേക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ചൂടോടുകൂടി തന്നെ അരിച്ചൊഴിച്ചു കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ കണ്ടില്ലേ ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരും. കാരണം അതിൽ ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളത് കാരണം നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു പതയെല്ലാം തന്നെ ഒതുങ്ങി കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. ഇതിന് നമ്മുടെ സിങ്കിലേക്ക് രാത്രി സമയത്ത് നമ്മുടെ കിച്ചണിലെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിങ്കിനകത്തേക്ക് ഈ ഒരു കട്ടൻ ചായ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക. വാഷ് ബേസിൻ്റെയും ബാത്റൂമിൻ്റെയും സിങ്കിൻ്റെ സ്ലീവിലൊക്കെ നമുക്ക് രാത്രി സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ഉള്ളത് കാരണം അതിനകത്തുള്ള ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. അതുപോലെ അതിൽ നിന്ന് വരുന്ന പാറ്റയും പഴുതാരയുടെ ശല്യം നമുക്ക് ഒഴിവാകുകയും ചെയ്യും. അതുപോലെ അതിനകത്തുള്ള ബ്ലോക്കും ക്ലിയർ ആവും. അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് നല്ലോണം വെള്ളം ഒന്ന് കുത്തി ഒഴിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് എല്ലാം തന്നെ ക്ലിയർ ആവുകയും ചെയ്യും.